കൂടി മനാഫിലേക്ക്. മനാഫ്, ഇനി മുന്നിലുള്ള ചില വഴികൾ നിങ്ങൾ പറഞ്ഞ പോലെ കാസർഗോഡ് നടക്കം പരാതി വന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ നിന്ന് കാണാതായവരുടെ കേസുകൾ സധൈര്യം അത്തരം പരാതികൾ മുന്നോട്ട് വരികയാണെങ്കിൽ കേരള പോലീസിനടക്കം ഇടപെടാം, സംസ്ഥാന സർക്കാർ ഇടപെടാം, അങ്ങനെ ദേശീയ സർക്കാർ ഈ വിഷയത്തിന് ഇടപെടാൻ പറ്റും. ഒരു ക്യാമ്പയിൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇവിടെ നിന്നേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ്, നിങ്ങൾക്കും അറിയാം. ആക്ഷൻ കൗൺസിലെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റൂട്ട് കർണാടകത്തിലേക്കാളും കേരളത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാർ, ധർമ്മസ്ഥലയിൽ കാണാതായി കൊല്ലപ്പെട്ടു എന്ന് സംശയിക്കപ്പെടുന്ന ആൾക്കാർ, ഇങ്ങനെ ഒരു ട്രാക്ക് ഉണ്ടോ? അത് കൂടി നിങ്ങൾ ഉറ്റുനോക്കുന്നുണ്ടോ ഈ സമയത്ത്? ഓഡിയോ ചെറിയ വിഷയം. തീർച്ചയായിട്ടും എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, ന്യൂസ് 18 ഒരു ഫോൺ നമ്പർ പബ്ലിഷ് ചെയ്യണം. ഇതുപോലെയുള്ള ഇനി ഏതെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ന്യൂസ് 18ലേക്ക് വിളിച്ചറിയിക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ട്. എനിക്കൊരു ആശങ്ക ഉണ്ട്, ന്യൂസ് 18 ഇനി എത്ര കാലം ഇതേമാതിരി ഈ ന്യൂസിന്റെ പിന്നാലെ പോകാൻ കഴിയുന്നത്. ഇതിനെ ശബ്ദം ഉയർത്തുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള എല്ലാ ശക്തിയുള്ള ഒരു വിഭാഗം ആളുകളോടാണ് നമ്മൾ ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത് കേരളത്തിലെ മൊത്തം ജനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിയാലേ നമുക്ക് ശിരൂരിൽ നടന്ന അതേമാതിരത്തെ ഒരു പോരാട്ടം നടത്താൻ പറ്റുള്ളൂ. ഈ വിഷയത്തിൽ ന്യൂസ് 18 എടുക്കുന്ന എഫേർട്ട് ചില്ലറല്ല. അപ്പം നമുക്ക് എന്താണ് കഴിഞ്ഞാൽ അത്ഭുതം തോന്നുകയാണ്, എവിടാണുള്ളത്? ഇന്ത്യയില് നമ്മളെ കേരളത്തിന്റെ തൊട്ടടുത്ത അയൽപക്ക സംസ്ഥാനത്താണ് ആയിരക്കണക്കിന് ആളുകളെ മറവ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു വിഷയം നടക്കുന്നത്. ഈ വിഷയത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ട് 76 കൊല്ലമായിട്ട് നമ്മളിപ്പോഴും പുരോഗമനം പ്രാപിച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബ്രൂട്ടലായിട്ട് എന്താണ് കൊലപാതക പരമ്പരയാണ് ആ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന ഒരു കേസിൽ അതിന്റെ ഏറ്റവും വലിയൊരു സാക്ഷിയായ ഏക സാക്ഷി എന്ന് തന്നെ പറയാ വേണമെങ്കിൽ തൽക്കാലം ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ, അങ്ങനത്തെ ഒരു സാക്ഷിനെ കൊണ്ടുവന്ന എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ്. കഴിഞ്ഞ ഒരു കേസ് മാഡത്തിന് ഓർമ്മ ഉണ്ടോ? എലത്തൂര് ഒരു കേസ്, അതിലുള്ള പ്രതിനെ കൊണ്ടുവന്ന കേരളത്തിൽ ഉണ്ടായ കോളിളക്കം ഓർമ്മ ഉണ്ടോ? അപ്പം അത്തരത്തിലൊന്നും ആരും സംസാരിക്കാന് കർണാടകയിൽ ഇല്ല. ഇത് മൊത്തം മനാഫ്, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, രാഷ്ട്രീയ ഒരു സ്വാധീനം ഇതിനകത്തുണ്ട് എന്നൊരു ആരോപണമുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനമൊക്കെ വരുമ്പോഴും അത് ആയുധമാക്കാൻ മറുവിഭാഗം ശ്രമിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു പക്ഷേ അത് ഏത് തരത്തിലാണെങ്കിലും സത്യമൊക്കെ പുറത്തു വരുന്ന അത് കാരണമാകാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ മാഫിയ ഇതിന് പിറകിലുണ്ടോ? ഏതെങ്കിലും ഒരു തരത്തിലും ഒരു എതിർ ശബ്ദം ഉയരുന്നേ ഇല്ല എന്നുള്ളതിന് പിറകിൽ അതായിരിക്കുമോ? തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച കൊലപാതകത്തിന് എല്ലാ സാഹചര്യവും ഇവിടെ മുന്നിൽ തന്നെ ഉണ്ട്. എത്രയും പെട്ടെന്ന് ആ അടുത്ത നടപടിയിലേക്ക് കടക്കുന്നതിന് ബദലായിട്ട് ഇതിപ്പോഴും അവിടെ വന്നിട്ട് 1 മണിക്കൂറോളം ആ ഒരു എന്താ പറയാ അഡ്വക്കേറ്റ് സംഘവും ഈ സാക്ഷിയും അവിടെ നിൽക്കുകയാണ് ഒരു കാട്ടില്. നമ്മളെ ഇന്ത്യയിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ ഇന്ത്യന്റെ ഈ ഒരു സംവിധാനത്തിന് തന്നെ നാണക്കേടാണ് ഈ ഒരു സംവിധാനം. തീർച്ചയായിട്ടും അവിടെ എത്രയും പെട്ടെന്ന് നമ്മളവിടെ ഈ നാട്ടിൽ ഇന്ത്യയില് ബ്രെഡ് കട്ടവനെ പിടിക്കാൻ 10 പോലീസ് വണ്ടി വരുന്ന നാടാണ് നമ്മളത്. ആ നാട്ടിലാണ് ഒരു ആയിരക്കണക്കിന് ആളുകളെ കുഴിച്ചു മൂടപ്പെട്ടത് എടുത്തു തരാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ട് അയാൾ ഇല്ലാതാവുന്നതോട് കൂടിയിട്ട് ഈ കേസിന് പിന്നെ ഒരു അർത്ഥമില്ല. 2012 മുതൽ തുടങ്ങിയ ഒരു പ്രക്ഷോഭമാണിത്. 2012 മുതൽ തുടങ്ങിയിട്ട് 2025 ഇതിന് ഏറ്റവും എന്താ പറയാ ആധികാരികമായിട്ടുള്ള ഒരു സാക്ഷിനെ കിട്ടിയത് ഈ കേസിന്. ചെറിയ കാര്യമല്ല. 2011 സൗജന്യ കൊലപാതകത്തിന് ശേഷം ഉണ്ടായ ഒരു വലിയൊരു കൂട്ടായ്മയാണ് ജസ്റ്റിസ് ഫോർ സൗജന്യ. ഈ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ നിരന്തരമായ പോരാട്ടം കാരണം ഈ 2025 വരെ പോരാടി അതിന്റെ ഇടയിൽ പല ആളുകളും ഈ കൂട്ടത്തിലുള്ളവരെ നഷ്ടപ്പെട്ടിട്ട് പോലും ഈ പോരാട്ടം കൊണ്ടുപോയതാ. അത് മനസ്സിലാക്കണം. വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 2012 മുതൽ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ പ്രവർത്തകർക്ക് എത്ര ആള് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയും പല അപായങ്ങള് വന്നിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു കേസിൽ 2025 വരെ പിടിച്ചു നിന്ന ഒരു വിഭാഗം ആളുകളാണ് ഇപ്പോഴാണ് ഒരു നല്ലൊരു ഉത്തമമായ ഒരു സാക്ഷിയെ കിട്ടുന്നത്.
അദ്ദേഹം പോയിട്ട് ഒരു ഒരു സ്കൾട്ടൻ എടുത്തു കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ കാണിച്ച് ഇതിനേക്കാൾ വലിയ തെളിവ് എന്താ ഉള്ളത്? ഇനിയുള്ളത് അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് തെളിയിക്കണമെങ്കിൽ അയാളെ കൊണ്ട് അവിടെയുള്ള അയാൾ എവിടേക്കാണോ ഇത് മറവ് ചെയ്തത് അതൊക്കെ എടുക്കേണ്ടതുണ്ട്. ഇതിന് സ്വാഭാവികമായിട്ട് പേഴ്സണലി എനിക്ക് തോന്നി കുറച്ച് ദിവസം സമയം വേണ്ടി വരുന്നു. ആ സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുകയാണ്. പിന്നീട് ഇതിന്റെ പിന്നാമ്പുറത്തുള്ള ആളുകൾ ഒരുപാട് സ്വാധീനമുള്ള ആളുകളാണ്. ഇതിന്റെ കൂടെ നിൽക്കണ ഈ ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകൾക്ക് എന്തും സംഭവിക്കാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇനി ആളുകൾക്ക് സംഭവിച്ചതിന് ശേഷമാണോ ഈ സമൂഹം കൺതുറക്കുക എന്നുള്ളത് ഒരു ആശങ്കാജനകമായ കാര്യമാണ്. ഓക്കെ, തീർച്ചയായിട്ടും നന്ദി മനാഫ്. നമുക്കൊപ്പം ചേർന്ന